ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണോ ഈ റീഡിംഗ് എത്തുന്നത് നിങ്ങൾക്കപ്പോൾ വാലിഡ് ആകുന്നതാണ്, റെസണേറ്റ് ആകുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവരുടെയും എനർജിയുമായി കണക്ട് ചെയ്ത് റീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, നെഗറ്റീവ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറലിസ്റ്റ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിലും പ്രായഭേദമന്യേ ഇതിൽ നിന്ന് ഗൈഡൻസ് പോസിറ്റീവായിട്ടുള്ളത് മാത്രം എടുക്കുക. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഷഫിൾ ചെയ്ത് കാർഡ്സ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ ആദ്യം തന്നെ വന്നിരിക്കുന്ന ഒരു എനർജി കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, കമ്മ്യൂണിക്കേഷൻ തീരെ കുറവായിരിക്കുന്ന അല്ലെങ്കിൽ തീർത്തും കമ്മ്യൂണിക്കേഷൻ നിർത്തി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഈ ഒരു റീഡിങ്ങിലെ എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിയുടെ, നിങ്ങളുടെ ആ ഒരു പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്ന് ഉള്ള കാര്യങ്ങൾ ക്ലിയറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് വരേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ ഒരു കാര്യം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ഇതിനകത്ത് കാണുന്നത്, പെട്ടെന്നൊരു ദിവസം എടുത്ത ഒരു സഡൻ ഡിസിഷൻ, സഡനായിട്ട് പെട്ടെന്നെടുത്ത ഒരു തീരുമാനത്തെ തുടർന്നാണ് നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ എടുത്തിരിക്കുന്ന ആ ഒരു വ്യക്തിയാണ് ഇവിടെ ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നിട്ടത് എന്ന് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം തീരുമാനം എടുക്കുകയാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അധികം കമ്മ്യൂണിക്കേഷൻ, നിങ്ങളോട് സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇമോഷണലായിട്ടോ ഫിസിക്കലായിട്ടോ ഏത് രീതിയിലാണെങ്കിലും നിങ്ങളിൽ നിന്ന് മാറി പോകുന്ന ഒരു സിറ്റുവേഷൻ, ഒരു പെട്ടെന്നൊരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നാണ് എടുത്തിരിക്കുന്നതെന്ന് ഇവിടെ കാണുന്നു. കാരണം നിങ്ങൾ ഈ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഡിസിഷൻ ആ ഒരു വ്യക്തി എടുത്തപ്പോൾ നിങ്ങളവിടെ ആ വ്യക്തിയെ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാതിരിക്കാൻ നിങ്ങൾ കഴിവതും നിങ്ങളുടെ ഭാഗത്തു നിന്ന് പരമാവധി ശ്രമിച്ചതായി കാണുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു തീരുമാനം അവർ എടുക്കുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങളതിനെ കഴിവതും നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നിങ്ങൾ നടത്തി. നിങ്ങൾ ആ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നിങ്ങൾ പല ശ്രമങ്ങളും നടത്തിയതായിട്ടും ആ ഒരു സമയത്ത് നടത്തിയതായിട്ടും അതിന് ശ്രമിച്ചതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി ഇപ്പോൾ ആരെയും കേൾക്കാത്ത ഒരവസ്ഥയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും ഉൾക്കൊള്ളാതെ അല്ലെങ്കിൽ അതെടുക്കാതെ അവർ പെട്ടെന്ന് എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ അവർ കുറച്ച് മുന്നോട്ട് പോകുന്നതായിട്ടും കാണുകയാണ്. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത് എന്തായിരിക്കാം കാരണം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ കടന്നു പോയതായിട്ടും, അതല്ലെങ്കിൽ ഇന്നും കുറച്ച് പേർ അങ്ങനെ ആ ഒരു വ്യക്തികൾ സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അത് കൂടുതലും കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ ഫിനാൻഷ്യൽ എനർജി, അതായത് പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ പണസംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടാകും. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു നല്ലൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പാനിയൻഷിപ്പിൽ പണത്തിൻ്റെതായിട്ടുള്ള ഘടകങ്ങൾ എന്തെങ്കിലും ഒരു തടസ്സമായി നിൽക്കുന്നതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോ നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങൾ രണ്ടുപേരുടെയും ഒരു നല്ലൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിന് പണത്തിൻ്റെതായ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ലൈഫിൽ വന്നതായിട്ടും, അവർക്ക് ചിലപ്പോൾ ജോലിയിൽ സ്ഥലം മാറ്റം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം അങ്ങനെയൊക്കെ വന്നതായിട്ടും, അതല്ലെങ്കിൽ ഉള്ള ജോലിയിൽ തന്നെ അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ടും അവിടെ അവർ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ടും വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു പക്ഷേ അവരുടെ ജീവിതത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ ഫാമിലി, നിങ്ങൾ അല്ലെങ്കിൽ പണം സംബന്ധമായിട്ട് ജോലി സംബന്ധമായിട്ട് എല്ലാം കൂടി കൊണ്ടുപോയി ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ ഒക്കാത്തൊരവസ്ഥ ഷോർട്ട് ടേമിലേക്ക് മാത്രമായിട്ടാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണുന്നത്. അപ്പോൾ ഒരു പക്ഷേ അവർ
ആ ഒരു സിറ്റുവേഷൻ കൂടുതലും ഇത് കാണുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിലർക്ക് 4 ദിവസം അല്ലെങ്കിൽ 4 ആഴ്ച അതിനുള്ളിൽ തന്നെ തിരിച്ച് കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയണം, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരണം എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. കാരണം അവരിപ്പോൾ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു സമയമാണ് അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മിസ് ചെയ്യുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് എടുത്ത് ചാടി തീരുമാനമെടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് ചെയ്ത് അവർ പോയി, അല്ലെങ്കിൽ ആ ഒരു സൈലൻറ്റ് സിറ്റുവേഷനിലോട്ട് അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവർ മാറി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പോയപ്പോൾ അപ്പോഴത്തെ അവരുടെ സ്ട്രഗ്ലിംഗ് പീരീഡ് അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് കാരണമാണ് അവർ പോയതെന്ന് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അവരവിടെ എത്തിക്കഴിഞ്ഞ് നിങ്ങളെ ഇപ്പോൾ അവരുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ കൂടി, അല്ലെങ്കിൽ ഒരുപാട് പേർക്കും സ്ട്രഗ്ലിംഗ് പീരീഡ് മാറി ഇവിടെ ടെമ്പറൻസിൻ്റെ എനർജി കാണുന്നുണ്ട്. അതായത് ബാലൻസിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 4 ഓഫ് സോൾഡ് എനർജി. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഒരുപാട് പേർക്ക് ബാലൻസിലേക്ക് വന്ന് അവരിപ്പോൾ ഒരു വിശ്രമം, നിങ്ങളിൽ നിന്നും കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് വരാൻ ശ്രമിക്കുകയാണ്. സ്ട്രഗ്ലിംഗ് എനർജി കഴിഞ്ഞു എങ്കിലും കുറച്ച് ആൾക്കാർ ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ചെയ്യുന്നുണ്ട്. എന്തായാലും അവരൊരു ബാലൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രഗ്ലിംഗ് ഫേസ് കഴിഞ്ഞ് ബാലൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്തിൽ നിങ്ങളിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട്, എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് അവർ കാര്യങ്ങൾ നോക്കിക്കാണുകയാണ്. എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരേണ്ടതെന്നൊക്കെ ഇപ്പോൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർ നിങ്ങളെ വളരെ ഡീപ്പായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഏത് സമയത്തും, വെറുതെ ഇരിക്കുന്ന സമയത്തും അതല്ലെങ്കിൽ അവർ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാ സമയത്തും നിങ്ങളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളാണ് ആ വ്യക്തി ചിന്തിക്കുന്നതും ആ സ്വപ്നം കാണുന്നതും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടൊക്കെ അവർ സ്വപ്നം കാണുന്നുണ്ട്. കാരണം ഈ ഒരു റീഡിംഗ് കാണുന്ന നിങ്ങളിൽ ഭൂരിഭാഗം പേരും നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കാളും കുറച്ച് യങ്ങർ ആണ്, അതായത് കുറച്ചും കൂടി പ്രായം കുറവുള്ളതായിട്ടാണ് കാണുന്നത്. അതായത് ആ വ്യക്തി നിങ്ങളെക്കാളും മുതിർന്നതായിട്ട് കാണുന്നു. അത് ചിലപ്പോൾ ദിവസങ്ങളുടെ വ്യത്യാസമായിരിക്കാം, ആഴ്ചകളുടെ വ്യത്യാസമായിരിക്കാം, മാസങ്ങളുടെയോ വർഷങ്ങളുടെയോ വ്യത്യാസമായിരിക്കാം. അപ്പോൾ കൂടുതലും ആ ഒരു വ്യക്തി നിങ്ങളെക്കാളും മുതിർന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കാളും സെയിം ഏജിലുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളെക്കാളും മെച്യൂർഡാണ്, കുറച്ചും കൂടി മുതിർന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം. നിങ്ങളെ അവർ ഒരു കുഞ്ഞിനെ പോലെ, അതായത് കൈക്കൊമ്പിളിൽ കൊണ്ട് നടന്ന ഒരു റിലേഷനായിട്ടാണ് കാണുന്നത്. നിങ്ങളെ കൈക്കൊമ്പിളിൽ കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ അവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ സ്നേഹിച്ച ഒരു സമയം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നിങ്ങളെ കരുതിയിരുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ, സ്നേഹ സമ്മാനങ്ങളൊക്കെ വാങ്ങിത്തരുന്ന, നിങ്ങളുടെ ആവശ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. എങ്കിൽ പെട്ടെന്നൊരു സമയം ആ ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു പേഴ്സൺ, ആ ഒരു പക്വതയൊക്കെ അവിടെ വെടിഞ്ഞ് പെട്ടെന്നൊരു സമയം ആ ഒരു വ്യക്തി ഒരു ഇമ്മെച്യൂർഡായിട്ട്, അതായത് ഒട്ടും പക്വതയില്ലാതെ ഒരു പെട്ടെന്നൊരു സഡനായിട്ടൊരു ഡിസിഷൻ എടുത്തു, അതിൻ്റെ പേരിൽ ഒരു ആക്ഷൻ എടുത്തു. അങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആ ഒരു വ്യക്തി പുറത്തേക്ക് പോയത്, അല്ലെങ്കിൽ ഈ ഒരു സൈലൻ്റായിട്ട് മാറിപ്പോയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആ ഒരു വ്യക്തി നിങ്ങളായിരുന്നു അവരുടെ സമ്പൂർണ്ണമായിട്ടുള്ള സന്തോഷം, അവരുടെ ജീവിതത്തിൽ അവർക്ക് നന്മ ചെയ്തത്, അല്ലെങ്കിൽ അവരിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നത്, അവർക്ക് വളരെ സന്തോഷം നൽകിയിരുന്നതൊക്കെ നിങ്ങളുമായിട്ട് ചേർന്നുള്ളൊരു ജീവിതമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത സമയമാണ്, നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്ന സമയമൊക്കെ ആണെന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ വ്യക്തി വീണ്ടും മെച്യൂർഡായിട്ട് വളരെ പക്വതയോടുകൂടി ചിന്തിക്കുകയും ഇമോഷണലി മെച്യൂർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. എങ്കിലും ഇവിടെ കുറച്ച് വ്യക്തികൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ ഇപ്പോഴും നിൽക്കുന്നതായി കാണുന്നുണ്ട്. പക്ഷേ ആ നെഗറ്റിവിറ്റിയിൽ നിന്നും അവരിപ്പോഴും സഞ്ചരിച്ച് ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ബാലൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പേർക്കും ഒരു സംശയമുണ്ട്, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ കുറച്ച് പേരുടെ ഒരു എനർജി എടുത്താൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് പറയട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി മാത്രമായിരിക്കില്ല, ഒന്നുകിൽ അവരുടെ ഫാമിലി ആയിരിക്കും. ഇവിടെ ഫാമിലിയും കാണുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റി ആളുടെ മുകളിൽ വന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അതിനെ ഒന്ന്
നല്ല രീതിയിൽ കൊണ്ടെത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാം. അപ്പോൾ അതൊരു ഫാമിലിയുടെ ആയിരിക്കാം, അതല്ലെങ്കിൽ വർക്ക് പ്ലേസിലായിരിക്കാം. അങ്ങനെ വർക്ക് പ്ലേസിലോ ഫാമിലിയിലോ ഒക്കെ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു വേറൊരു പേഴ്സൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇവരുടെ ലൈഫിലേക്ക് കാണുന്നതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ചില വ്യക്തികൾ അതൊരു തേർഡ് പേഴ്സൺ തന്നെയാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി, നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിലേക്ക് ആ ഒരു വ്യക്തി വന്നത് അവർ കുറച്ച് ഗ്രീഡി ആയിട്ടാണ് ആ ഒരു തേർഡ് പേഴ്സൺ വന്നത്. കാരണം ആ തേർഡ് പേഴ്സണ് കുറച്ച് ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് കുറച്ച് പണസംബന്ധമായിട്ട് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രതീക്ഷിച്ച്, അതല്ലെങ്കിൽ അങ്ങനെ നേടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ഒരു ഷോർട്ട് ടൈമിലേക്ക് കുറച്ച് കാലത്തേക്കായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതിപ്പം ഫാമിലി ആണെങ്കിലും വ്യക്തികളാണെങ്കിലും എന്താണെങ്കിലും, അത് എസ്പെഷ്യലി ഒരു തേർഡ് പേഴ്സൺ ആണെങ്കിൽ, മൂന്നാമതൊരു വ്യക്തിയാണെങ്കിൽ അവരൊരു ഷോർട്ട് ടൈമിലേക്ക് വന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ വ്യക്തിയും ഇത് മനസ്സിലാക്കുന്നുണ്ട്. അവർ ഇപ്പോൾ ഈ ഒരു കാര്യം റിയലൈസ് ചെയ്തു, നിങ്ങളുടെ ഇമ്പോർട്ടൻസ്, നിങ്ങൾ എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു അവർക്കെന്ന്. നിങ്ങളുടെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, അവർ പ്രീവിയസ് ആയിട്ടുള്ള പാസ്റ്റിൽ നിങ്ങളുടെ ഇടയിൽ നടന്ന കാര്യങ്ങളെല്ലാം അവർ ഓർക്കുന്നുണ്ട്, അതോർത്ത് നിരാശപ്പെടുന്നുണ്ട്. അപ്പോൾ സഡനായിട്ട് എടുത്തൊരു ഡിസിഷനായി അവർ തന്നെ സ്വന്തമായിട്ട് തീരുമാനിച്ച് പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് നിങ്ങളെ നോക്കാതെ, നിങ്ങൾക്ക് മുഖം തരാതെ നിങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോയപ്പോൾ ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നുള്ളൊരു ആലോചനയിലാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ആ വ്യക്തി പോയത് എന്താണ്, എന്തേ കാരണത്താലാണ് പോയതെന്നൊക്കെ ക്ലാരിറ്റി തരണം, എനിക്കത് ഈ ഒരു എൻ്റെ പേഴ്സണോട് തുറന്ന് പറയണം എന്നൊക്കെ അവർ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനുവേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്ത് മാത്രമേ കാര്യങ്ങൾ എടുക്കാവുള്ളൂ. കാരണം നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് നമുക്ക് അവിടെ പറഞ്ഞു തരാൻ പറ്റുന്നത്, ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ളത് എന്താണെന്ന് അവിടെയാണ് ക്ലാരിറ്റി വരുന്നത്. അപ്പോഴാണ് എനിക്ക് അവിടെ ഒരു എന്താണ് നിങ്ങളുടെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്നും അവിടെ നിങ്ങൾക്ക് എന്ത് റെമഡിയാണ്, നിങ്ങൾ എന്ത് പരിഹാരമാണ് അതിനായി ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് പറഞ്ഞു തരാൻ ഒക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആലോചിച്ച് മാത്രമേ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എടുക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് തന്നെയായാലും ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ എന്നുള്ളത് ഒരു ഷോർട്ട് ടൈമിലേക്ക് വന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ആ ഒരു വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ചേർന്നാണ് ഒരു ഫാമിലി ആഗ്രഹിക്കുന്നത്, ഒരു സ്നേഹം, അവിടെ നല്ല ഫിനാൻഷ്യൽ അബൻഡൻസ്, നിങ്ങളുമായിട്ട് ഫിസിക്കലി ആൻഡ് ഇമോഷണലി എല്ലാ രീതിയിലും ഒരു സ്നേഹം, ഒരു സംതൃപ്തി ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് അവരിപ്പോൾ സ്വപ്നം കാണുന്നത്. കാരണം ഇവിടെ വേൾഡ് കാർഡ് വന്നതിലൂടെ കാണാനൊക്കുന്നത് നിങ്ങളാണ് അവരുടെ കംപ്ലീഷൻ. നിങ്ങളും കൂടെ ചേർന്നാലാണ് അവരുടെ ജീവിതം പരിപൂർണമാകുന്നത് അല്ലെങ്കിൽ പൂർണ്ണത നിറയുന്നത് എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങളാണ് അവരുടെ ലോകം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ ഇവിടെ ഉടനെ തന്നെ നിങ്ങളിലേക്ക് അവർ സഞ്ചരിച്ചു തുടങ്ങിയതായിട്ട്, കാരണം നിങ്ങളുടെ റിലേഷനിലേക്ക് സ്റ്റെബിലിറ്റി വരാൻ പോവുകയാണ്, സ്ഥിരത വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു പേഴ്സൺ, ഞാൻ പറഞ്ഞു, ഇപ്പോൾ വളരെ വിഷമിച്ച് ആലോചിച്ചൊക്കെ കിടക്കുകയാണ്, അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ എന്ത് ജോലിയിലോ എന്ത് കാര്യത്തിലോ ഏർപ്പെടുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം അവരെ അലട്ടുന്നുണ്ട്. എങ്ങനെ നിങ്ങളിലേക്ക് തിരിച്ചു വരും, എങ്ങനെ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ചിലർക്കൊക്കെ അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ, ഒന്നുകിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജായിട്ടോ അല്ലെങ്കിൽ ഒരു ചാറ്റ് മെസ്സേജോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ ഒക്കെ വന്നിട്ടുള്ള വ്യക്തികൾ ഇതിനകത്ത് ഉണ്ടാകും. കാരണം അവർ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം അവരിൽ നിന്ന് വന്നിട്ടുള്ളതായി കാണുന്നുണ്ട്. അപ്പോൾ അത് വന്നിട്ടില്ലെങ്കിൽ തന്നെ എന്തായാലും സ്ലോ ആയിട്ട് വരുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് ഇത് കൺഫർമേഷൻ തരുകയാണ്, അതിനൊരു തീർച്ചപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ചിലരിലൊക്കെ ഇപ്പോഴും ചെറിയ രീതിയിലുള്ള നെഗറ്റിവിറ്റി ഉണ്ട്, എങ്കിലും അത് പണസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും ചെറിയ നെഗറ്റിവിറ്റി. അവരിൽ എങ്ങനെ ഇതിലേക്ക് നിങ്ങളിലേക്ക് വരും, എങ്ങനെ നിങ്ങൾക്ക് മുഖം തരും എന്നൊക്കെയുള്ളൊരു വിഷമത്തിൽ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ എന്ത് തന്നെ ആയാലും അവർ നിങ്ങളിൽ നിന്ന് ആ നെഗറ്റിവിറ്റി വിട്ട് പോസിറ്റിവിറ്റിയിലേക്ക് പ്യുവറായിട്ട് നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ തന്നെയാണ് അവരുടെ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്, ഹാപ്പിനെസ് എന്ന് നിങ്ങളെ തന്നെയാണ് അവർ കാണുന്നത്. കാരണം ആ ഒരു കപ്പ് പിടിച്ചിരിക്കുന്ന വ്യക്തി
ആ ഒരു വ്യക്തി ആ ഒരു ഫീലിങ്സിൽ, ആ ഒരു നിങ്ങളോടുള്ള ഫീലിങ്സിൽ വളരെ മുഴുകിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചിലർക്കൊക്കെ ഒരു മുഖം തരാൻ, ഈ ഒരു ഹോഴ്സിൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കുറച്ച് മുഖം താഴ്ത്തിയാണ് നിൽക്കുന്നത്, വളരെ സ്ലോ ആയിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു വ്യക്തിക്ക് വരാൻ ചെറിയൊരു ചമ്മലും ചെറിയൊരു നാണക്കേടും, ഞാനിനി വന്നാൽ ഇവരെങ്ങനെ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ളൊരു പേടി അല്ലെങ്കിൽ ഭയം, ചെറിയൊരു അങ്ങനെയൊക്കെയുള്ളൊരു ആകുലതയോട് കൂടിയിട്ടുള്ള ഒരു ചിന്തകൾ അവരെ അലട്ടുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട്, ഉറപ്പായിട്ടും തിരിച്ചു വരുന്നതായിട്ട് ഒരു റീകൺസൈലേഷൻ അല്ലെങ്കിൽ റീയൂണിയൻ ഇവിടെ ഉറപ്പാണ്. കാരണം ഇവിടെ ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് കാണിക്കുന്നത് തന്നെ നിങ്ങളാണ് അവരുടെ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്. അവർ എല്ലാ രീതിയിലും ഫിസിക്കലി, സൈക്കോളജിക്കലി, ഇമോഷണലി എല്ലാ രീതിയിലും നിങ്ങളിലാണ് സാറ്റിസ്ഫൈഡ് ആകുന്നത് എന്നവർക്കറിയാം. നിങ്ങളെ അവർ അത്രമാത്രം സ്നേഹിക്കുന്നു. നിങ്ങളാണ് അവരുടെ എല്ലാ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു വ്യക്തി എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും ഒരു റീയൂണിയൻ ഉടനെ തന്നെ സംഭവിക്കുന്നതായിട്ടുമാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചില വ്യക്തികൾക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക, അത് നിങ്ങൾ ഉറപ്പിക്കുക. അത് ജോലിയാണോ, വേറെ ഫാമിലിയാണോ, അവരുടെ പേരൻസ് അല്ലെങ്കിൽ ഫാമിലി, വേറെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. അപ്പം ഇവിടെ പേഴ്സണൽ റീഡിങ്ങിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. കാരണം ഇതൊരു എല്ലാവരും കാണുന്ന ഒരു റീഡിങ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന സെനാറിയോസ് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തി ജീവിതത്തിൽ ആ ഒരു പെട്ടെന്നുള്ള ഡിസിഷൻ എടുത്തു, ഒരു മണ്ടത്തരം എന്നൊക്കെ പറയാം. ചിലപ്പോൾ അവർക്കതൊരു ഇപ്പോൾ ആലോചിക്കുമ്പോൾ അവർ അന്നെടുത്ത തീരുമാനം മണ്ടത്തരമായിരുന്നു. കാരണം നിങ്ങളിൽ അവരിൽ അത്രത്തോളം സന്തോഷം നിറഞ്ഞൊരു നിമിഷം, പാസ്റ്റ് ലൈഫിനെയൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങളിൽ അത്രയും സന്തോഷം കണ്ടെത്തിയിരുന്ന നിമിഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വളരെ ചുരുക്കം വ്യക്തികളുടെ ലൈഫിൽ ഇപ്പോഴും ചില ഭ്രമിപ്പിക്കുന്ന കാര്യങ്ങളിൽ അവർ നിലനിൽക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോഴും അവർക്ക് നെഗറ്റിവിറ്റി തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെയാണ് അവരുടെ സ്വപ്നവും ജീവിതവും എല്ലാം എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭ്രമത്തിൽ നിന്നൊക്കെ അവർ പുറത്ത് വരുന്നതായിട്ടും നിങ്ങളുടെ വാല്യൂ ഒക്കെ മനസ്സിലാക്കി പുറത്ത് വരുന്നതായിട്ടും സ്ലോലി ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു സ്റ്റെപ്പ്, ഒരു ആക്ഷനൊക്കെ അവരെടുത്ത് തുടങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഉടനെ തന്നെ ഒരു റീകൺസൈലേഷൻ അല്ലെങ്കിൽ റീയൂണിയൻ ഒക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്തു നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക, മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക. ഓക്കെ ഡിയേഴ്സ്, അപ്പം എല്ലാവരും തരുന്ന ഈ ഒരു സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ. നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ആണെങ്കിൽ റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ ഡിയേഴ്സ്, എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ പേഴ്സണൽ ആവശ്യമുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്.